എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫി 7th ക്ലാസ് ആണ്. അപ്പം നമ്മളൊരു സീരീസ് ആയിട്ട് ഇന്ത്യൻ ജിയോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമ്മൾ മെയിനായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോസ് എല്ലാം കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് എക്സാമിന് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ ബാച്ചിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ, അതായത് ജിയോഗ്രഫിക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകളെല്ലാം പോകുന്നത്. അപ്പം നിങ്ങൾ നന്നായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ, അതായത് നമുക്ക് പെനിൻസുല റിവേഴ്സൂടെ കഴിയുന്നതിന് ശേഷം നമുക്ക് ഒരു ഇന്ത്യൻ ജിയോഗ്രഫി മാത്രം നമ്മളൊരു 10 ക്ലാസ് അപ്പം കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. വെറുതെ അല്ല, നമ്മളത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മളത് പഠിച്ചതും അതിന് നമ്മൾ ഈ ക്ലാസ്സുകളിലൊന്നും മെൻഷൻ ചെയ്യാത്തതുമായിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ അതിനകത്തുണ്ടാവും. മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സെഷൻസ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ആ സെഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നണമെങ്കിൽ ഈ നമ്മൾ ബാക്കി ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരിക്കണം. അല്ലാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം എന്നില്ല, സ്കോർ ചെയ്യണം എന്നില്ല. GKക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് GK എന്ന് പറയുന്നത്. SC എക്സാമുകളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമുക്കൊരു റാങ്ക് സ്കോറിങ് ഏരിയയാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ GKക്ക് നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ റാങ്കിൽ മുന്നോട്ട് വരും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന, ഹിമാലയൻ റിവേഴ്സിൽ ബാലൻസ് ഉണ്ടായിരുന്ന ബ്രഹ്മപുത്ര റിവറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 നദികൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സിന്ധു അല്ലെങ്കിൽ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 റിവറാണല്ലോ ഹിമാലയൻ റിവേഴ്സിലുള്ളത്. ഇതിൽ മെയിൽ നെയിമിൽ അറിയപ്പെടുന്ന ഒരു റിവറാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. പേരിനകത്ത് തന്നെ ഉണ്ട്, ഒരു മെയിൽ നെയിമാണ് അല്ലെ. ഇതിൽ 2 റിവേഴ്സ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഈസ്റ്റ് ഫ്ലോയിങ്ങും ഒരൊറ്റ റിവർ മാത്രമേ ഉള്ളൂ വെസ്റ്റ് ഫ്ലോയിങ് ഉള്ളത്. അപ്പോൾ ഒറ്റ റിവർ മാത്രമേ ഉള്ളൂ വെസ്റ്റ് ഫ്ലോയിങ് ഉള്ളത്, അത് ഇൻഡസ് ആണെന്ന് നമുക്കറിയാം. ഈസ്റ്റ് ഫ്ലോയിങ് ഉള്ളവരെല്ലാം എങ്ങോട്ടാണ് ചെന്ന് പോകുന്നതെന്നും അറിയാം, ബേ ഓഫ് ബംഗാളിലോട്ടാണ് പോകുന്നതെന്നും നമുക്കറിയാം. ഇവിടെ നമ്മൾ ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതും ടിബറ്റിലാണ്. ടിബറ്റിൽ നിന്നും ഇന്ത്യ വഴി ബംഗ്ലാദേശിലോട്ട് പോകുന്നു, അവിടെ നിന്നും ബേ ഓഫ് ബംഗാളിലോട്ട് പോകുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ 3 രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു റിവറാണ് ബ്രഹ്മപുത്ര. ഗംഗ അങ്ങനെയാണോ? ഗംഗ അങ്ങനെയല്ല. ഗംഗ ഇന്ത്യയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ബംഗ്ലാദേശിലൂടെയാണ് ബേ ഓഫ് ബംഗാളിൽ പോകുന്നത്. 2 രാജ്യങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻഡസ് എങ്ങനെയാണ്? ഈ ബ്രഹ്മപുത്രയുടെ കാര്യം പറയുന്ന പോലെ ടിബറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടിബറ്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത്? പാകിസ്ഥാനിലോട്ടാണ്. 70% പാകിസ്ഥാനിലൂടെയാണ് ഇൻഡസ് ഒഴുകുന്നത്. ഇനിയും റിവർ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നതും എവിടെ നിന്നാണ്? ടിബറ്റിലെ ഒരു കൈലാഷ് റേഞ്ചിലുള്ള ഒരു ഗ്ലേഷ്യറിൽ നിന്നാണ്. നമ്മുടെ നേരത്തെ മാനസ സരോവർ ലേക്ക് പറഞ്ഞില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു ഈസ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ചെമയുങ്ഡങ് ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ചെമയുങ്ഡങ് ഗ്ലേഷ്യർ ഉണ്ട്. ഈ ഗ്ലേഷ്യറിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5150 മീറ്റർ എലിവേഷനുള്ള ഒരു റേഞ്ചാണ് ഈ ചെമയുങ്ഡങ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഗ്ലേഷ്യർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒഴുകി നടക്കുന്ന മഞ്ഞുമലകളെയാണ് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ റിവറിന് പല സ്ഥലത്ത് പല പേരാണ്. അതായത് ഇന്ത്യയിൽ ഇതിന്റെ പേര് ബ്രഹ്മപുത്ര, എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ആസമിലാണ് ഇതിനെ ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ ഇതിന് മറ്റൊരു പേരുണ്ട്. ഇനി ടിബറ്റിലെ, അതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മുടെ ടിബറ്റിലെ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇതിനെ ബ്രഹ്മപുത്ര എന്നല്ല അറിയപ്പെടുന്നത്, ഇതിനെ സാങ്പോ റിവർ എന്നാണ് അറിയുന്നത്. എന്താണ്? സാങ്പോ. അപ്പം സാങ്പോ അല്ലെങ്കിൽ പ്യൂരിഫയർ എന്ന അർത്ഥം വരുന്ന സാങ്പോ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്ന റിവർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. അപ്പൊ ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. അപ്പൊ അതിന്റെ മീനിങ് പ്യൂരിഫയർ എന്നാണ്. ദ ലെങ്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ഏകദേശം 2900 കിലോമീറ്റർ ആണ്. 2900 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ബ്രഹ്മപുത്രയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം ഏഷ്യയിലെ ഒരു വലിയ നദി എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം?
നമുക്ക് ഈ ബ്രഹ്മപുത്രയെ പറയാൻ പറ്റും. പക്ഷെ ആരെ വെച്ച് നോക്കുമ്പോൾ, ഇൻഡസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ് അല്ലേ. ഇൻഡസിന്റെ കേസ് നമ്മൾ 3180 കിലോമീറ്റർ പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഒരു 900 കിലോമീറ്റർ മാത്രമാണ്. ബാക്കി 2000 കിലോമീറ്ററും ഇന്ത്യക്ക് വെളിയിലൂടെയാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? നമ്മുടെ ബ്രഹ്മപുത്ര റിവർ ഫ്ലോ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ബ്രഹ്മപുത്ര റിവർ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ നെയിം ഉള്ള ഒരു റിവറാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് ചെമയുങ്ടങ് ഗ്ലേഷ്യർ ആണ്, കൈലാഷ് റേഞ്ചിലുള്ളതാണ്. ഇതിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. സാങ്പോ എന്നറിയപ്പെടുന്നത് എന്താണ്? ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ്. റെഡ് റിവർ എന്ന് ചോദിച്ചാലും റെഡ് റിവർ എന്നറിയപ്പെടുന്നതും ആരെയാണ്? നമ്മുടെ ബ്രഹ്മപുത്രയാണ് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. റെഡ് റിവർ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര റിവറിനെയാണ്. അപ്പം ഇത് ഈ ചെമയുങ്ടങ് ഗ്ലേഷ്യറിൽ ആരംഭിച്ച് ഇന്ത്യയിൽ എങ്ങോട്ടാണ് എത്തുന്നതെന്ന് അറിയാവോ? അരുണാചൽ പ്രദേശിലോട്ടാണ് നമ്മുടെ ഈ ബ്രഹ്മപുത്ര റിവർ എന്ത് ചെയ്യുന്നത്? ഒഴുകി വരുന്നത്. അതായത് സാങ്പോ എന്ന റിവർ ടിബറ്റിൽ നിന്നും ഇന്ത്യയിലോട്ട് കടക്കുന്നത് ഏത് സ്റ്റേറ്റിലോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശിലോട്ടാണ്. നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് നോക്കാം. ചെമയുങ്ടങ് ഗ്ലേഷ്യറിൽ നിന്നും, ഇതൊരു കണ്ടോ മഞ്ഞുമലയാണ്, ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ബ്രഹ്മപുത്ര റിവർ, ഇവിടെ ഇതിനെ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. യാർലങ് സാങ്പോ ഇതാ ഇങ്ങനെ ഫ്ലോ ചെയ്ത് അത്യാവശ്യം നല്ല ദൂരം ഇത് സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താണെന്നാണ്, ഇത് തിന്നതാ നേരെ നമ്മുടെ അരുണാചൽ പ്രദേശിലോട്ട് വരും. അപ്പൊ ഇവിടെ ഒരു മലയുണ്ട് കേട്ടോ, ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്, നംച പർവേ എന്ന് പറയും. ഈ നംച പർവേ എന്ത് ചെയ്യാണ്? ഇതിന് ഇങ്ങനെ വലം വെച്ചിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ ബ്രഹ്മപുത്ര വരുന്നത്. അപ്പൊ ബ്രഹ്മപുത്ര ഇന്ത്യയിലോട്ട് കിടക്കുന്നത് ഏത് സ്റ്റേറ്റ് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് വഴിയാണ്. ആര് വഴിയാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പൊ അരുണാചൽ പ്രദേശിൽ പിന്നെ ഇതിനെ സാങ്പോ എന്നല്ല അറിയപ്പെടുന്നത്, ഇതിനെ ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഡിഹാങ്. അപ്പം അരുണാചൽ പ്രദേശിൽ ഉള്ള ആൾക്കാരോട് ഈ റിവറിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അവർക്ക് എന്തറിയില്ല. അവർക്ക് ബ്രഹ്മപുത്ര എന്നുള്ള നെയിം അല്ല, അവർക്ക് അറിയുന്നത് ഡിഹാങ് റിവർ എന്നുള്ളതാണ്. സാങ്പോ റിവർ അരുണാചൽ പ്രദേശിൽ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിഹാങ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഡിഹാങ് ആയിട്ട് മാറും. ഈ ഡിഹാങ് പിന്നീട് ഫ്ലോ ചെയ്യുന്നത് ആസമിലോട്ടാണ്. എങ്ങോട്ടാണ്? ആസമിലൂടെയാണ്. ആസമിലൂടെ ഫ്ലോ ചെയ്ത് എങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ബംഗ്ലാദേശിലോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആസമിലൂടെ ബംഗ്ലാദേശിലെത്തുന്നു. ബംഗ്ലാദേശിലെത്തുമ്പം ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഗംഗയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ പോകുന്നു? മേഘനയായിട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജമുന. ജമുന എന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന റിവർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ബ്രഹ്മപുത്രയാണ്. അപ്പൊ ആസമിൽ ഇതിനെ ബ്രഹ്മപുത്ര എന്നാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്നറിയപ്പെടുന്നുണ്ട്. യാർലങ് സാങ്പോ എന്ന് എവിടെ അറിയപ്പെടുന്നു? ടിബറ്റിൽ അറിയുന്നുണ്ട്. ജമുന എന്ന് എവിടെ അറിയപ്പെടുന്നുണ്ട്? ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ജമുനയും പത്മയും, പത്മ എന്ന് പറയുന്നത് ഗംഗയുടെ ബംഗ്ലാദേശി നെയിമാണ് പത്മ എന്ന് പറയുന്നത്. അപ്പൊ ബംഗ്ലാദേശിൽ പത്മയായിട്ടാണ് ഗംഗ ഒഴുകുന്നത്. അപ്പൊ ഈ പത്മയും ഈ ജമുനയും കൂടി കമ്പൈൻ ചെയ്ത് മേഘനയായിട്ടാണ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്? ബേ ഓഫ് ബംഗാളിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സുന്ദർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മെയിൻ പങ്കുവഹിക്കുന്ന രണ്ട് നദികളാണ് ആരെന്ന് പറയുന്നത്? ഗംഗയും ബ്രഹ്മപുത്രയും. ബംഗ്ലാദേശിലാണ് ഗംഗയും ബ്രഹ്മപുത്രയും എന്ത് സൃഷ്ടിക്കുന്നത്? ഈ ഡെൽറ്റ സൃഷ്ടിക്കുന്നത്. ഇന്ത്യയിൽ ചോദിച്ചാൽ ഇന്ത്യയിൽ എന്താണ്? ഗംഗ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ പത്മ റിവറും ജമുന റിവറും കൂടിയാണ്, അല്ലെങ്കിൽ ഗംഗാ റിവറും ബ്രഹ്മപുത്ര റിവറും കൂടിയാണ്. അതിന്റെ പേര് സുന്ദർബൻസ് ഡെൽറ്റ എന്നാണ് കേട്ടോ. സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകത അവിടെ സുന്ദരി ട്രീസ് ധാരാളമായിട്ടുണ്ട്. നമ്മൾ ഗംഗ പഠിച്ചപ്പോൾ പറഞ്ഞാണല്ലേ, സുന്ദരി ട്രീസ് ധാരാളം ഉണ്ട്, അതുകൊണ്ട് തന്നെ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നു. അതേപോലെ തന്നെ എന്താണ്? റോയൽ ബംഗാൾ ടൈഗർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു, അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷിത മേഖലയും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഡെൽറ്റ, ഈ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അത് ആരാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബ്രഹ്മപുത്ര, ഗംഗ ആണ്. പിന്നെ ഇന്ത്യയിലെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത് ഗംഗയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? ഡെൽറ്റ സൃഷ്ടിക്കുന്നത്.
ഇനിയും നമുക്ക് ഈ പിക്ചർ നമുക്ക് ഇനിയും വേണം കേട്ടോ. നമ്മൾ എല്ലാ റിവേഴ്സ് പഠിക്കുമ്പോഴും നമുക്കൊരു ബേസിക് ഫിഗർ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കാം. അപ്പൊ ഈ ബ്രഹ്മപുത്ര റിവർ എന്ന് പറയുന്നത് ഈസ്റ്റ് വേർഡ് ഫ്ലോ ചെയ്യുന്നു. ആർക്ക് പാരലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഹിമാലയത്തിന് പാരലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നംച പർവയിൽ എത്തുന്നു. നംച പർവ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ഏകദേശം 7757 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു യു ടേൺ എടുക്കുന്നുണ്ട്. എന്താണ് ഒരു യു ടേൺ എടുത്തിട്ട് എങ്ങോട്ട് വരുന്നു? ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലോട്ട് വരുന്നു. അപ്പം യു ടേൺ എടുക്കുന്നു എവിടെ വെച്ച്? നംജ പർവയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? യു ടേൺ എടുത്ത് ഇന്ത്യയിലോട്ട് വരുന്നു. അതുവരെ ഹിമാലയത്തിന് പാരലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന റിവർ ആണ് ആരെന്ന് പറയുന്നത്? ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വെച്ച് ഇതിന്റെ പേരെന്താണ്? ഡിഹാങ്. എന്താണ്? ഡിഹാങ്. ഇമ്പോർട്ടന്റ് ആണ്. അരുണാചൽ പ്രദേശില് ബ്രഹ്മപുത്രയുടെ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഹാങ് ആണ്. ഇതിന് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ടീസ്റ്റ ഉണ്ട്, മാനസ് ഉണ്ട്, ബറാക്ക് ഉണ്ട്, സുബൻസിരി ഉണ്ട്, ധൻസിരി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഡിഹാങ്ങുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു പേരുണ്ട്, ഡിബാങ്. ഡിബാങ് ഡിബാങ് എന്ന് പറയുന്നത് ഒരു ട്രിബ്യൂട്ടറി ആണ്. അതേസമയത്ത് ഡിഹാങ് എന്ന് പറയുന്നത് എന്താണ്? ഡിഹാങ് എന്ന് പറയുന്നത് അതർ നെയിമാണ്. ആരുടെ? ബ്രഹ്മപുത്രയുടെ. ഇതൊരു നെയിമാണ്. അതേപോലെ ഡിബാങ് ഒരു ട്രിബ്യൂട്ടറി ആണ്. അത് മനസ്സിലാക്കണേ, ട്രിബ്യൂട്ടറി ആണ്. ആരുടെ? ബ്രഹ്മപുത്രയുടെ ആണ് കേട്ടോ. ഇനിയും ഈ റിവറിനെ ജമുന എന്ന് എവിടെ അറിയപ്പെടുന്നു? ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നു. ഗംഗാ റിവറുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇത് എന്തായിട്ട് ഒഴുകുന്നു? മേഘ്നയായിട്ട് ഒഴുകുന്നു. അപ്പൊ ജമുന പ്ലസ് പദ്മ, ഇതിന്റെ റിസൾട്ട് എന്താണ്? മേഘ്ന. മേഘ്ന. ഓക്കെ അല്ലേ? അപ്പൊ ജമുനയും പദ്മയും കൂടെ എന്തായിട്ട് ഫ്ലോ ചെയ്യാണ്? മേഘ്നയായിട്ട് ഫ്ലോ ചെയ്യുന്നു. പിന്നീട് അത് എങ്ങോട്ട് പോകുന്നു? ബേ ഓഫ് ബംഗാളിലോട്ട് പോകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പിന്നെന്താണ്? ഡെൽറ്റ, സുന്ദർബൻസ്. സുന്ദർബൻസ് ഡെൽറ്റ. ഡെൽറ്റ ഉണ്ട്. അവിടെയാണ് എന്താണ്? റോയൽ ബംഗാൾ ടൈഗറിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡിബാങ് എന്ന ട്രിബ്യൂട്ടറി ആണ് അറിയപ്പെടുന്നത്. ഡിഹാങ് ആണ് ഇതിന്റെ ഒറിജിനൽ നെയിം. എവിടെ? അരുണാചൽ പ്രദേശില്. ജമുനയും പദ്മയും കൂടെ ചേർന്ന് മേഘനയായിട്ട് ബംഗ്ലാദേശിലാണ് ഫ്ലോ ചെയ്യുന്നത്. സുന്ദർബൻ ഡെൽറ്റ സൃഷ്ടിക്കുന്നത് ആരാണ്? ബ്രഹ്മപുത്രയും ഗംഗയും കൂടി ചേർന്നാണ്. ഈ ഡെൽറ്റയിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? റോയൽ ബംഗാൾ ടൈഗറിനെ കാണാൻ പറ്റും. സുന്ദർബൻ ഡെൽറ്റയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? റോയൽ ബംഗാൾ ടൈഗറിനെ കാണാൻ പറ്റും. ഇനി അടുത്തത് ബിഗ്ഗസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റിവർ ഐലൻഡ്സ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആയിട്ടുള്ള മാജുലിയും അതേപോലെ എന്താണ് ഉമാനന്ദ എന്നറിയപ്പെടുന്ന ഏറ്റവും ചെറിയ റിവർ ഐലൻഡും ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബ്രഹ്മപുത്ര റിവറിലാണ്. ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അത് ആസമിലാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ബ്രഹ്മപുത്ര ഫ്ലോ ചെയ്യുന്നത് ആസമിലൂടെയാണ് കേട്ടോ. ആസമിലൂടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആര് ഫ്ലോ ചെയ്യുന്നത്? ബ്രഹ്മപുത്ര ഫ്ലോ ചെയ്യുന്നത്. മാജുലി ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാമിലാണ്. മാജുലി ഏത് റിവറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയിലാണ്. ഇനി ഈ ആസാമിലെ മാജുലി ഏത് റിവറിലാണെന്ന് ചോദിച്ചപ്പോൾ അതും എന്താണ്? ബ്രഹ്മപുത്രയാണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാജുലിയാണ്. ഏറ്റവും ചെറിയ റിവറൈൻ ഐലൻഡ് എന്ന് പറയുന്നത് ഉമാനന്ദയാണ്. അതും എവിടെയാണ്? ബ്രഹ്മപുത്രയിൽ തന്നെയാണ്. ഇനി നമുക്ക് ട്രിബ്യൂട്ടറീസിനെ പറ്റി ഒന്ന് നോക്കാം. ട്രിബ്യൂട്ടറീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സുബൻസിരി റിവർ പറയണം. സുബൻസിരി റിവർ എന്ന് പറയുന്നത് ഗോൾഡ് റിവർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ഗോൾഡ് ഡസ്റ്റുകൾ അല്ലെ ഗോൾഡ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ സുബൻസിരി റിവറിനെ ഗോൾഡ് റിവർ എന്നറിയപ്പെടുന്നു. അപ്പൊ ബ്രഹ്മപുത്രയുടെ ഏത് റിവർ ആണ് ഗോൾഡ് റിവർ എന്ന് അറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സുബൻസിരി റിവർ ആണ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ സുബൻസിരി റിവർ എന്ന് പറയുന്ന ട്രിബ്യൂട്ടറി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗോൾഡ് റിവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് അരുണാചൽ പ്രദേശിലെ സുബൻസിരി എന്ന് പറയുന്ന ജില്ലയിലൂടെ ഡിസ്ട്രിക്റ്റിലൂടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എന്താണ് സുബൻസിരി റിവർ എന്ന് പേര് വരുന്നത്. അപ്പൊ സുബൻസിരി റിവർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ എന്താണ് സുബൻസിരി ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്കിത് ആ പിക്ചറിലോട്ടൊന്ന് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ അരുണാചൽ പ്രദേശിൽ എത്തുമ്പോൾ നമുക്ക് സുബൻസിരിയെ മാത്രമല്ല, സുബൻസിരി ഇങ്ങനെ വന്ന് ഫ്ലോ ചെയ്ത് വരികയാണ് അല്ലെ. സുബൻസിരിയെ മാത്രമല്ല നമുക്ക്
ഡിബാങ് എന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ടറിയും ലോഹിത് എന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ടറിനെയും കാണാൻ പറ്റും. അപ്പൊ ഡിബാങ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ സാങ്പോ അല്ലെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ലോഹിത് എന്ന് പറയുന്നതും ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് കേട്ടോ. അപ്പൊ അത് ജോയിൻ ചെയ്തു. അരുണാചൽ പ്രദേശ് ആസാമിലോട്ട് കയറുമ്പോൾ എന്താണ്? മാനസ്, ധൻസിരി, കബിലി ഇതും കൂടി ജോയിൻ ചെയ്യുന്നു. പിന്നീട് എന്താണ്? തിരിച്ച് ബംഗ്ലാദേശിലോട്ട് വരുമ്പോൾ എന്താണ്? ടീസ്റ്റയും കൂടി എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. അപ്പൊ ടീസ്റ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ്. ടീസ്റ്റ, മാനസ് നാഷണൽ പാർക്ക് ഒക്കെ എവിടെയാണ് കേട്ടോ? ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും എന്താണ് ബോർഡറിലുള്ള നാഷണൽ പാർക്കാണ് മാനസ് നാഷണൽ പാർക്ക്. അതേപോലെ തന്നെ ധൻസിരി, കപിലി, ലോഹിത്, ഡിബാങ്, സുബൻസിരി ഈ വട്ടമിട്ടിരിക്കുന്നതെല്ലാം എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു വെക്കേണ്ട എന്താണ്? നമ്മുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ആരുടെ? ബ്രഹ്മപുത്രയുടെ. ഓക്കെ അല്ലേ? അപ്പൊ മാനസ നാഷണൽ പാർക്ക് ഏത് റിവറിന്റെ സമീപത്താണ്? ബ്രഹ്മപുത്ര റിവറിന്റെ സമീപത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ടീസ്റ്റ വൺ ഓഫ് ദി എന്താണ്? ഫാസ്റ്റസ്റ്റ് റിവർ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്പീഡിൽ ഫാസ്റ്റ് ആയിട്ട് ഒഴുകുന്ന റിവർ ആണ് ഈ ടീസ്റ്റ എന്ന് പറയുന്നത്. ധൻസിരി, സുബൻസിരി ഉണ്ട്. സുബൻസിരി എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡ് റിവർ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾഡ് റിവർ എന്നാണ്, ഗോൾഡ് ഡെപ്പോസിഷൻ ഉണ്ടായതുകൊണ്ട് ഗോൾഡ് റിവർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അടുത്തത് എന്താണ്? ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ഏത് നദിയിലാണ്? ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു റിവറിൽ ഫോം ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ എന്താണ്? പാലമാണ്. ഒരു റിവറിൽ ഉള്ള ഏറ്റവും വലിയ പാലമാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് ലോഹിത് റിവറിലാണ്. ലോഹിത് റിവർ എന്ന് പറയുന്നത് ആരുടെ ട്രിബ്യൂട്ടറിയാണ്? ബ്രഹ്മപുത്രയുടെയാണ്. ഈ ലോഹിത് റിവർ പഠിക്കുമ്പോൾ നിങ്ങളൊരു പേര് ആലോചിക്കണം, ലൗഹിത്യ. ലൗഹിത്യ എന്ന് പറയുന്നത് പുരാണത്തില് ബ്രഹ്മപുത്രയുടെ തന്നെ പേരാണ് കേട്ടോ. ബ്രഹ്മപുത്രയെ നമ്മൾ പുരാണത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ഈ ലൗഹിത്യ എന്ന് പറയുന്നത്. അപ്പൊ ലൗഹിത്യ എന്ന് പറയുന്നത് ആരുടെ പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയുടെ പേരാണ്. ഇനിയും ഈ ഭൂപൻ ഹസാരിക എന്ന് പറയുന്നത് ഒരു റിവറിന് ക്രോസ് ആയിട്ട് വരുന്ന ഏറ്റവും വലിയ പാലമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് കണക്ട് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന് പറയുന്ന സ്ഥലത്തിനെയും ആസമിലെ ഡോള എന്ന് പറയുന്ന സ്ഥലത്തിനെയുമാണ് ആര് കണക്ട് ചെയ്യുന്നത്? ഈ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ഭൂപൻ ഹസാരിക ബ്രിഡ്ജിന് ആ പേര് വരാൻ കാരണം അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ഭൂപൻ ഹസാരിക എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ സിംഗർ ഓഫ് ബ്രഹ്മപുത്ര എന്നും പറയും. സിംഗർ ഓഫ് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് സിംഗർ ഓഫ് ബ്രഹ്മപുത്ര ആരാണ്? ഭൂപൻ ഹസാരിക. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനിയും ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് റിവർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിക്കിമിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള ഒരു റിവർ ആണ് ആരെന്ന് പറയുന്നത്? ടീസ്റ്റ എന്ന് പറയുന്നത്. ടീസ്റ്റ സിക്കിമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്ത് വരുന്നത്. അപ്പൊ അത് സിക്കിമിന്റെ ലൈഫ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് റിവർ ആണ്. ഈ ടീസ്റ്റ എന്ന് ആലോചിച്ചാൽ മതി. ചീറ്റയ്ക്ക് ഭയങ്കര സ്പീഡിൽ ഓടുന്ന ഒരു മൃഗമല്ലേ. അപ്പൊ ടീസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? ഫാസ്റ്റസ്റ്റ് റിവർ ആണെന്ന് ആലോചിച്ചാൽ മതി. ഇനിയും നമുക്കറിയാം നമ്മുടെ ഈ ബ്രഹ്മപുത്രയിലൂടെ എന്താണ്? നാഷണൽ വാട്ടർവേസ് പോകുന്നുണ്ട്. ബ്രഹ്മപുത്രയിലൂടെ മാത്രമല്ല, പക്ഷെ ഒരു മെയിൻ നാഷണൽ വാട്ടർ ഹൈവേ പോകുന്നത് ഇതിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ബ്രഹ്മപുത്രയിലൂടെയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ വാട്ടർവേസ് 2 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് എന്താണ്? അരുണാചൽ പ്രദേശിലെ സാദിയയും ആസാമിലെ ദുബ്രിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി ആസാമിലെ ദുബ്രിയിൽ നിന്ന് പിന്നീട് ഈ റിവർ എങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നമ്മുടെ ബംഗ്ലാദേശിലോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് സാദിയ ടു ദുബ്രിയാണ് കണക്ട് ചെയ്യുന്നത്. അത് ഏത് റിവറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയിലാണ്. അപ്പൊ നാഷണൽ വാട്ടർവേ 2 നമ്മുടെ ബ്രഹ്മപുത്രയിലാണ്. ഇനി നാഷണൽ വാട്ടർവേ 1 നമ്മൾ പഠിക്കണം. അത് അലഹബാദിൽ നിന്ന്, UP അലഹബാദിൽ നിന്നും ഹാൽഡിയ, കൊൽക്കത്തയിലെ ഹാൽഡിയ വരെയുള്ളതാണ്. അത് അത്യാവശ്യം എന്താണ്? ഏറ്റവും നീളം കൂടിയ NW1 എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ വാട്ടർവേ ആണ്. അത് ഏത് റിവറിലാണ്? ഗംഗ റിവറിലാണ് കേട്ടോ. ഗംഗ റിവറിലാണ് കേട്ടോ. അപ്പൊ UP നിന്നും എങ്ങോട്ട് പോകുന്നു? നമ്മുടെ കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ വരെ പോകുന്ന ഏറ്റവും നീളം കൂടിയ വാട്ടർവേ ആണ് ഏതെന്ന് പറയുന്ന നാഷണൽ വാട്ടർവേ 1 ഗംഗ റിവറിൽ. ഇത് ബ്രഹ്മപുത്ര റിവറിലാണ്. ഇനി കേരളത്തിൽ ഒരു നാഷണൽ വാട്ടർവേ ഉണ്ട്, അത് 3 ആണ്. കൊല്ലം മുതൽ
കോഴിക്കോട് കോട്ടപ്പുറം വഴിയുള്ളത് അത് ഏത് റിവറിലല്ല, അത് വേമ്പനാട്ട് ലേക്കിലാണുള്ളത്. അപ്പോൾ കൊല്ലം ടു കോട്ടപ്പുറം വേമ്പനാട്ട് ലേക്കിലുള്ളത് നാഷണൽ വാട്ടർവേ 3 ആണ്. 1ഉം 2ഉം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ 3യും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ കേരളത്തിലായതുകൊണ്ട് ജസ്റ്റ് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്താ നോട്ട് ചെയ്ത് പഠിക്കുക. ഇതാണ് നമ്മുടെ എന്താണ് ബ്രഹ്മപുത്ര റിവറിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ചെമയോങ്ഡൻ ഗ്ലേഷ്യർ ആണ്. ഇത് ആക്ച്വലി മാനസ സരോവർ ലേക്കിന് സമീപത്ത് തന്നെയാണ് ഉള്ളത്. ഇതിനെ നമ്മുടെ ടിബറ്റിലെ സാങ്പോ, യാർലങ് സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ലെങ്ത് 2900 കിലോമീറ്റർ ആണ്. റെഡ് റിവർ എന്നറിയപ്പെടുന്ന റിവറാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര ഇന്ത്യയിലോട്ട് കടക്കുന്ന സ്റ്റേറ്റ് അരുണാചൽ പ്രദേശിലാണ്. അവിടെ നംച പർവയിൽ വെച്ചിട്ട് ഇതിന് എന്ത് സംഭവിക്കുന്നു, ഒരു യു ടേൺ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് യു ടേൺ സംഭവിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിബാങ്, ലോഹിത്, സുബൻസിരി, ധൻസിരി, മാനസ്, കപിലി, ടീസ്റ്റ എന്നിവയാണ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ അരുണാചൽ പ്രദേശിലോട്ട് കയറി അവിടെ നിന്നും എങ്ങോട്ട് വരുന്നുണ്ട്, ആസാമിലോട്ട് വരുന്നു. ദിബ്രുവിൽ വെച്ചിട്ട് ആസാമിൽ നിന്നും അത് എങ്ങോട്ട് പോകുന്നുണ്ട്, ബംഗ്ലാദേശിലോട്ട് പോകുന്നുണ്ട്. ബംഗ്ലാദേശിലോട്ട് കടക്കുമ്പോൾ ബ്രഹ്മപുത്രയ്ക്ക് ആ പേര് നഷ്ടപ്പെട്ടിട്ട് എന്ത് പേര് കിട്ടുന്നു, ജമുന എന്നുള്ള പേര് കിട്ടുന്നു. ആസാമിൽ മാത്രമേ ഇതിന് ബ്രഹ്മപുത്ര എന്നുള്ള പേരുള്ളൂ. അരുണാചൽ പ്രദേശിന് ഇതിനെ ഡിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ എത്തുമ്പോൾ പേര് ജമുന എന്ന് മാറുന്നു. അങ്ങനെ ജമുനയും പത്മയും തമ്മിൽ ഫ്ലോ ചെയ്യുന്നു. ഒരുമിച്ച് പോകുമ്പോൾ അവർ സൃഷ്ടിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗംഗയാണ് സുന്ദർബൻ ഡെൽറ്റ സൃഷ്ടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ എങ്ങനെയാണ്, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെൽറ്റ ഉണ്ടാക്കുന്നത്. മേഘ്ന എന്ന് പറഞ്ഞ റിവറായിട്ടാണ് പിന്നീട് ഇവർ ഫ്ലോ ചെയ്യുന്നത്. അത് എങ്ങോട്ട് പതിക്കുന്നുണ്ട്, ബേ ഓഫ് ബംഗാളിലോട്ട് അത് പതിക്കുന്നുണ്ട്. ദെൻ എന്താണ്, അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു. സുബൻസിരി, മാജുലി ഐലൻഡ്, മാജുലി റിവറൈൻ ഐലൻഡ് ആണ്. ഒരു നദിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഐലൻഡ് ആണ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും എന്തായിരിക്കും, ആ വെള്ളമായിരിക്കും. മാജുലിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് എന്ന് പറയുന്നത്. മാജുലി ഫെസ്റ്റിവൽ നടക്കുന്നതും ഇവിടെ തന്നെയാണ്. അത് ആസാമിലാണ്. ഇത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര റിവറിലാണ്. ഉമാനന്ദ എന്ന് പറയുന്നത് ചെറിയ റിവറൈൻ ഐലൻഡ് ആണ്. സുബൻസിരി എന്ന് പറയുന്നത് ഗോൾഡ് റിവർ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, സുബൻസിരി ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ലോഹിത് റിവറിലാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ഉള്ളത്. ലോങ്സ്റ്റ് ബ്രിഡ്ജ് ആണ് എന്ന് പറയുന്നത് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ഒരു നദിയിലൂടെയുള്ള ലോങ്സ്റ്റ് ബ്രിഡ്ജ് ആണ്. അത് കണക്ട് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിനെ അസമുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധ്യയെ ഡോളയുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് ആലോചിക്കണം. ഇന്ത്യയിലെ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് റിവർ ആയിട്ടുള്ള ടീസ്റ്റ, അല്ലെങ്കിൽ സിക്കിമിന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന ടീസ്റ്റ ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ആൻസർ പറയേണ്ടത് ബ്രഹ്മപുത്രയാണ്. നാഷണൽ വാട്ടർവേസിനെ പറ്റി നമ്മൾ പഠിക്കണം. 1, 2, 3 നമ്മൾ ഓർത്ത് വെക്കണം. 1 എന്ന് പറയുന്നത് ഗംഗയിലാണ്. അലഹബാദ് മുതൽ കൊൽക്കട്ടയിലെ ഹാൽഡിയ വരെയാണ് അതുള്ളത്. 2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര റിവറിലാണ്. അത് എവിടെ നിന്നോട്ടാണ്, സാധിയ മുതൽ സാധിയ ടു ഡുബ്രി വരെയാണുള്ളത്. ഇനി നാഷണൽ വാട്ടർവേ 3 എന്ന് പറഞ്ഞാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്നത്. നമ്മുടെ ബ്രഹ്മപുത്രയിൽ പഠിക്കുന്നത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബാക്കി അഡീഷണൽ കാര്യങ്ങൾ കൂടി പഠിക്കണം. ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുരാണത്തിൽ ലൗഹിത്യ എന്നറിയപ്പെടുന്നത് ഏത് റിവറാണ്, നമ്മുടെ ബ്രഹ്മപുത്ര റിവർ ആണെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിച്ചത്. കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ടൈമിൽ റിവിഷൻ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. വെറുതെ ഇങ്ങനെ ക്ലാസ് കേട്ട് കഴിയുന്നതിനേക്കാൾ ഒരു വട്ടം നോട്ട് എഴുതിയതിന് ശേഷം വെറുതെ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പെനിൻസുല റിവേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. പെനിൻസുല റിവേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ റിവർ ഡ്രെയിനേജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ആ ഒരു ക്ലാസ്സോടുകൂടി. അത് ഏകദേശം 2 പാർട്ട് വരെയൊക്കെ പോവുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം.